Xylem Skill House's പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. 2025 സോഷ്യൽ മീഡിയ ഒരുപാട് ബൂം ചെയ്യുന്ന സമയത്ത് ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോംസിൽ ഒരുപാട് യൂസേഴ്സ് വരുന്ന സമയത്ത് ഫ്രീലാൻസിങ് എന്നുള്ളൊരു പെർട്ടിക്കുലർ സ്കില്ലിൻ്റെ അവയർനെസ്സും വളരെയധികം കൂടുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇന്ന് നമുക്ക് ചുറ്റുള്ള ആൾക്കാർ ഫ്രീലാൻസേഴ്സ് ആണ്. ആൻഡ് ഈ ഒരു വീഡിയോ ത്രൂ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഫ്രീലാൻസിങ് എന്നുള്ളത് മുതൽ നിങ്ങൾ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മുതൽ നിങ്ങൾക്ക് എങ്ങനെ അൺലിമിറ്റഡ് ക്ലയൻസിനെ നിങ്ങളുടെ ഫ്രീലാൻസിങ് ജേണിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് മുതൽ ശരിക്കും ആക്ച്വലി നിങ്ങൾ ഫ്രീലാൻസിങ് ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടെ കംപ്ലീറ്റ്ലി എൻഡ് ടു എൻഡ് ഒരു ഫ്രീലാൻസിങ് മാസ്റ്ററി, ഒരു സിംഗിൾ വീഡിയോ, ഈ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നിങ്ങൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീലാൻസിങ്ങിനെ കുറിച്ച് എൻഡ് ടു എൻഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് മേക്ക് ഷുവർ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഫോർ മോർ സച്ച് അടിപൊളിയായിട്ടുള്ള കോണ്ടന്റ്സ് ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ സോ ദാറ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്താനായിട്ട് അത് ഉറപ്പായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യമായിട്ട് എന്താണ് ശരിക്ക് ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു സെനാരിയോ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കില്ലുണ്ട്. ലെറ്റ്സ് സേ വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, വെബ് ഡെവലപ്മെൻറ്റ്, എന്തെങ്കിലും ഒരു കോർ സ്കില്ല് നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങളൊരു കമ്പനിയിൽ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യണില്ല, പക്ഷേ അതേസമയം നിങ്ങൾ മൾട്ടിപ്പിൾ കമ്പനീസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും ബേസ് ലെവലൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ സെനാരിയോ ഫ്രീലാൻസിങ്ങിൽ പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ അതാണ്. ഒരു ഡയറക്റ്റ് ഉദാഹരണത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എഡിറ്റിംഗ് എന്നുള്ളൊരു പെർട്ടിക്കുലർ സ്കില്ലുണ്ട്. അടിപൊളിയായിട്ട് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യും. മേ ബി ഇൻസ്റ്റഗ്രാം റീൽസ് സ്പെസിഫിക്കലി ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. അപ്പോൾ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി എന്നെ അപ്രോച്ച് ചെയ്യുന്നു. അവർക്ക് 10 വീഡിയോസ് 10 ആഡ് വീഡിയോസ് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അവരെന്നെ കണക്ട് ചെയ്തു. ഞാൻ ആ വീഡിയോസ് എഡിറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. അതിന് എനിക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നു. അതിന് ഞാനും ക്ലയൻറ്റും തമ്മിലൊരു കോൺട്രാക്റ്റ് അവിടെ അവസാനിക്കുന്നു. ഇതാണ് ബേസിക്കലി ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. ഒരു സ്മോൾ ഡിഫറൻസ് ഫ്രം എംപ്ലോയർ അല്ലെങ്കിൽ എംപ്ലോയി എന്നുള്ളതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയി ആവുന്ന സമയത്ത് നമ്മളൊന്നും കൂടെ ഇത്ര ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു സാലറി ബേസിലായിട്ടായിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ബേസിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഫ്രീലാൻസിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഓർ നിങ്ങൾ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് ഓർ ഓൾറെഡി സ്റ്റാർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 സ്റ്റെപ്സ് വഴി കടന്നു പോകണം. ഫസ്റ്റ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡിങ് യുവർ സ്കിൽ. എല്ലാ സ്കില്ലും മേ ബി ഫ്രീലാൻസിങ്ങിന് ആപ്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. മോസ്റ്റ് ഓഫ് ദ സ്കിൽസും ഇൻഡസ്ട്രിയിൽ ഉള്ളത് നമ്മളൊരു ഫുൾ ടൈം റോളിലേക്ക് ഒരു എംപ്ലോയി ആയിട്ട് കയറേണ്ടതായിട്ടുള്ളതായിരിക്കും. പക്ഷേ സ്കിൽസ് ലൈക്ക് വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, വെബ് ഡെവലപ്മെൻറ്റ് ഓർ UI UX ഇങ്ങനെയുള്ള സ്കില്ലിലേക്ക് വരുന്ന സമയത്ത് ഫ്രീലാൻസിങ് ആപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീലാൻസിങ് എന്നുള്ള ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള സ്കിൽ സെറ്റ്സ് ആണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കുള്ള സ്കില്ല് ആക്ച്വലി ഫ്രീലാൻസിങ്ങിന് ആപ്റ്റ് ആയിട്ടുള്ളതാണ് എന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളതാണ്. ദ സെക്കൻഡ് സ്റ്റെപ്പ്, അണ്ടർസ്റ്റാൻഡ് യുവർ പൊസിഷനിങ്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ആ സ്കില്ലിൽ എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്, എക്സ്പെർട്ടീസ് ഉണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം നെറ്റ്വർക്ക് ഉണ്ട്, നിങ്ങളുടെ സ്കില്ലിൽ നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾ എത്രത്തോളം ക്വാളിഫൈഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങളെ ഇൻഡസ്ട്രിയിൽ പൊസിഷൻ ചെയ്യണത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എഡിറ്ററായിട്ട് ഫ്രീലാൻസിങ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്നെ മനസ്സിലാക്കുന്നു. ഓക്കെ, എനിക്കൊരു 4 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, ഷോർട്ട് ഫോം കോണ്ടൻറ്റ്സ് ലെറ്റ്സ് 500 വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്രത്തോളം വീഡിയോ എഡിറ്റിങ്ങിൽ നന്നായിട്ട് അറിയാം, എനിക്ക് ഇൻഡസ്ട്രിയിൽ ഇത്ര നെറ്റ്വർക്ക്സ് ഉണ്ട്, ഇങ്ങനെയുള്ള പോർട്ട്ഫോളിയോ ഉണ്ട്, ഇങ്ങനെയുള്ള കമ്പനീസിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ രീതിയിൽ പൊസിഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ല നിങ്ങളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൈസിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻറ്റേഷനോ നിങ്ങൾ പൊസിഷൻ ചെയ്യുന്ന രീതിയിലോ കുറച്ച് ഡിഫറൻസസ് വരുത്തേണ്ടി വരും. സോ നിങ്ങൾ സ്കില്ല് മനസ്സിലാക്കി ദെൻ നിങ്ങളതിൽ എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി നിങ്ങളെ പൊസിഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് തേർഡ് വൺ, ഡു SWOT അനാലിസിസ്, SWOT. അത് നിങ്ങൾ സെൽഫായിട്ടും നിങ്ങളുടെ കോമ്പറ്റീറ്ററായിട്ടും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് എന്ന എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. S ഫോർ സ്ട്രെങ്ത്, W ഫോർ വീക്ക്നെസ്, O ഫോർ ഓപ്പർച്യൂണിറ്റി ആൻഡ് T ഫോർ ത്രെറ്റ്. നമ്മൾ സെൽഫ് അനാലൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓക്കെ, എൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, എനിക്ക് എവിടെയൊക്കെയാണ് വീക്ക്നെസ് ഉള്ളത്, അതുവഴി എനിക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ആക്ച്വലി ഗ്രാബ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത്, മുമ്പോട്ടേക്ക് പോകുമ്പോൾ എന്തൊക്കെ ത്രെറ്റ്സ് ആണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് ഞാൻ കാണുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ത്രെറ്റ്സിന് പറയുകയാണെന്നുണ്ടെങ്കിൽ AI റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഫ്രീലാൻസിങ് കരിയറാണ് എന്നുള്ളത് ഒരു ത്രെറ്റായിട്ട് മാറാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് ഇതേപോലെ കോമ്പറ്റീറ്ററും കൂടെ നിങ്ങൾ അനലൈസ് ചെയ്യുക. അതായത് ഇൻഡസ്ട്രിയിൽ വേറെയും വീഡിയോ എഡിറ്റേഴ്സ് ഉണ്ട്, അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ്, അവിടെ എനിക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്താണ്, അവിടെ എനിക്ക് വരാൻ സാധ്യതയുള്ള ത്രെറ്റ്സ് എന്തൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ആളുടെ വീക്ക്നെസ് ആണ് ആൾ വളരെ ഓവർ പ്രൈസ്ഡ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ആൾ അപ്രോച്ച് ചെയ്യുന്ന ക്ലയൻസ് ഒക്കെ അത്ര ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള
സർവീസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി അല്ല എന്നുണ്ടെങ്കിൽ അത് ആളുടെ ഒരു വീക്ക്നെസ് ആണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ സ്വോട്ട് അനാലിസിസ് പ്രോപ്പറായിട്ട് നിങ്ങൾ സെൽഫായിട്ടും നിങ്ങളുടെ കോമ്പറ്റീറ്ററും അനലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നമ്പർ 4, അണ്ടർസ്റ്റാൻഡ് യുവർ ബാൻഡ്വിഡ്ത്ത്. ഫോർ എക്സാമ്പിൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വീഡിയോ എഡിറ്ററാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ ജസ്റ്റ് ഉദാഹരണം പറയാട്ടോ, ഞാനൊരു വീഡിയോ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ദിവസം ഇത്ര നമ്പർ ഓഫ് വീഡിയോസാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ദിവസം 2 വീഡിയോസാണ് മാക്സിമം എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയെന്നുണ്ടെങ്കിൽ ഒരു മന്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 60 വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അതിലൊരു 20% നമുക്ക് കട്ട് ചെയ്യാം. ലൈക്ക് സൺഡേസ് വരാം, വേറെ വീക്ക് ഓഫ്സ് വരാം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പരിപാടികൾ വരാം. അപ്പോൾ ഒരു 20% കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 60 അറൗണ്ട് 12 ഞാൻ കട്ട് ചെയ്ത് എനിക്ക് അറൗണ്ട് 48 വീഡിയോസാണ് ഒരു മന്തിൽ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുക. അതാണ് എൻ്റെ മാക്സിമം ബാൻഡ്വിഡ്ത്ത്. അപ്പോൾ ഞാൻ ക്ലയൻസിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, ക്ലയൻസിനെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് 48 വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഒരു മാസം വരുന്നൊരു സിറ്റുവേഷൻ എനിക്കൊരിക്കലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതാണ് അണ്ടർസ്റ്റാൻഡിങ് യുവർ ബാൻഡ്വിഡ്ത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മന്ത് എത്ര ക്ലയൻസിന് വരെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിലൊക്കെ ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് സ്കില്ല് മനസ്സിലാക്കി, നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തു, അത് കഴിഞ്ഞ് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി, നമ്മൾ എങ്ങനെ പൊസിഷൻ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും എന്താ അടുത്ത സ്റ്റെപ്പ്? നമുക്ക് ക്ലയൻസ് വരണം. എന്നാലേ ശരിക്കും ഫ്രീലാൻസിങ്ങിൽ അൾട്ടിമേറ്റ്ലി നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ക്ലയൻസ് അടിപൊളിയായിട്ട് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് നോക്കിയാലോ. നിങ്ങൾക്ക് ക്ലയൻസിനെ കിട്ടാനായിട്ട് ആക്ച്വലി ഒരു 3 ഫണലിൽ കൂടിയാണ് പോകേണ്ടതെന്ന് ഞാൻ പറയും. The top of the funnel is lead, and middle of the funnel is calls, and bottom of the funnel is conversion. ഓക്കെ, ഏറ്റവും മുകളിൽ ലീഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുകളിലുള്ള ബക്കറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് മാക്സിമം നമ്പർ ഓഫ് എൻക്വയറീസ് കൊണ്ടുവരണം. അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഫൈവർ, അപ്വർക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്, ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോമുകളുണ്ട്. അവിടെ നമ്മൾ പോയി രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി ആളുകൾ നമ്മളെ കണക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓർ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ റെഗുലറായിട്ട് റീൽസ് ഇടുന്ന ആളാണെന്ന് വിചാരിക്കാം, നിങ്ങളുടെ വർക്ക്സ് ഒക്കെ ഷോക്കേസ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കാം. അപ്പോൾ അത് കണ്ട് നിങ്ങളിലേക്ക് ലീഡ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓർ നിങ്ങൾ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സിലൊക്കെ കൃത്യമായിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് പങ്കെടുക്കുന്ന ആളാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഇവൻറ്റ്സിൽ പോകുന്ന സമയത്ത്, അടിപൊളിയായിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ലീഡ്സ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കി പബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് വഴി ആളുകൾ നിങ്ങളെ കണക്ട് ചെയ്ത് ലീഡായിട്ട് മാറാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾക്കൊരു ലിങ്ക്ഡിൻ പ്രൊഫൈലുണ്ട്. ആ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിങ്ങൾ നിങ്ങളുടെ ജേർണി ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോണ്ടന്റ് ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങളുടെ പെർട്ടിക്കുലർ സ്കില്ലിലേക്ക് ലീഡ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇതിൽ മേജറായിട്ട് നിങ്ങൾക്ക് വർക്കാകുന്ന, അതായത് ഓരോ സ്കില്ലിനും ഓരോ രീതിയിലുള്ള പോസിബിലിറ്റീസ് ആയിരിക്കും വർക്ക് ആവുന്നുണ്ടായിരിക്കുക. സോ നിങ്ങളുടെ സ്കില്ലിനെ സംബന്ധിച്ചിടത്തോളം ലീഡ് എന്നുള്ള ബക്കറ്റിൽ മാക്സിമം നമ്പർ ഓഫ് ആളുകൾ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഏതൊക്കെയാണോ അതെല്ലാം അൺലോക്ക് ചെയ്യുക, അതിലെല്ലാം എഫേർട്സ് പുട്ടിൻ ചെയ്യുക. ബിക്കോസ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലെ ഈ ലീഡ് എന്നുള്ള ബക്കറ്റിലേക്ക് മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ദെൻ അങ്ങനെ ലീഡ്സ് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ടാമതുള്ള ബക്കറ്റാണ് കോൾസ്. ദാറ്റ് ഈസ് ആ ലീഡിനെ നിങ്ങൾ ഡയറക്റ്റ്ലി ഒരു ഗൂഗിൾ മീറ്റ് കോൾ അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. സെക്കൻഡ്, നിങ്ങൾ ഫ്രീലാൻസിങ്ങിലെ അടുത്ത ഏരിയയിലേക്ക് കടക്കുന്നു. ദാറ്റ് ഈസ് സെയിൽസ്. ഈ ആളോട് സംസാരിച്ച്, നിങ്ങളുടെ സർവീസ് സംസാരിച്ച്, നിങ്ങളുടെ പ്രൈസിങ് സംസാരിച്ച്, കോമ്പറ്റീറ്ററെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോമ്പറ്റീറ്ററെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളത് സംസാരിച്ച് പ്രോപ്പറായിട്ട് ആ സെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിന് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, നിങ്ങളുടെ സെയിൽസ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ക്ലയൻസുമായിട്ട് സംസാരിച്ച് മേ ബി ഒരു 10 ലീഡ് വരുന്ന സമയത്ത് അതിൽ ഒന്നായിരിക്കും ക്ലോസ് ആവുന്നുണ്ടായിരിക്കുക. അങ്ങനെ സംസാരിച്ച് സെയിൽസ് സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ഈ ഒരു കോൾസ് എന്നുള്ള ഫണലിന് താഴേക്കുള്ള കൺവേർഷൻ എന്നുള്ള ഫണലിലേക്ക് എത്തിക്കുകയുമാണ്. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് ഓഫ് ദ ഫണലിലേക്ക് മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരെ നിങ്ങൾ കൊണ്ടുവരാം. ദെൻ മിഡിൽ ഓഫ് ദ ഫണലായിട്ടുള്ള കോൾസിലേക്ക് നിങ്ങൾ അതിന്ന് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരാം. ആൻഡ് ബോട്ടം ഓഫ് ദ ഫണലായിട്ടുള്ള കൺവേർഷൻസിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ഇതിൽ 2 പ്രോ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്പർ 1 ഈസ് ലീഡ് മാഗ്നറ്റ്. അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന സംതിങ് എന്തെങ്കിലും ഉണ്ടായിരിക്കും, അതൊരു ലീഡ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു കാന്തമായിട്ട് ആക്ട് ചെയ്യുകയും അതുവഴി ആൾക്കാർ നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സിനൊക്കെ പോയിട്ട് അടിപൊളി ബിസിനസ്സുകാരെ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലുള്ള ആളുകളൊക്കെ പരിചയപ്പെടുന്ന ആളാണെന്ന് വിചാരിക്കാം.
ആ ആളുകൾ മേ ബി എനിക്കൊരു ലീഡ് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ആവാൻ ചാൻസ് ഉണ്ട്. അവർ അടുത്ത തവണ ഒരു വീഡിയോ എഡിറ്റർ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റർ ആവശ്യം വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെന്നെ കണക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ആളുകൾ എനിക്കൊരു ലീഡ് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് പ്രോ ടിപ്പ് ഇസ്, നിങ്ങൾ കൃത്യമായിട്ട് കൺവേർഷൻ അനലൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എനിക്ക് 100 ലീഡ് വന്നു കഴിഞ്ഞാൽ അതിൽ എത്ര പേര് കോളിന് റെഡി ആകുന്നുണ്ട്, അതിൽ എത്ര പേര് കൺവേർട്ട് ആകുന്നുണ്ട്. ഇപ്പോൾ 100 ലീഡ് വരുന്ന സമയത്ത് ആവറേജ് ഒരു 3 പേരാണ് കൺവേർട്ട് ആകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത് 3% ആണ്. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് 6 പേരെ ഓൺബോർഡ് ചെയ്യണം, 6 പേരെ കൺവേർട്ട് ചെയ്യണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ലീഡ്സിനെ കൊണ്ടുവരണം എന്നുള്ളതിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് 200 ലീഡ്സിനെ നിങ്ങൾ കൊണ്ടുവന്നാലാണ് 6 പേരെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളൊരു കൃത്യമായ ധാരണ ഉണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു ആവറേജ് നമ്പേഴ്സ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സിംപ്ലി നിങ്ങളുടെ കൺവേർഷൻ റേറ്റിൽ കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ സ്കില്ലൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ വന്ന് ക്ലയൻസിനെ ക്ലോസ് ചെയ്ത് ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ക്ലയൻറ്റിന് നിങ്ങൾ എന്ത് പ്രോമിസ് ചെയ്തോ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റണം. അവിടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗുഡ് വില്ല് കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ, മോർ റിട്ടൻഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. റിട്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലയൻറ്റ് നിങ്ങൾക്കൊരു വർക്ക് തന്നു, വീണ്ടും വീണ്ടും ആ ക്ലയൻറ്റ് നിങ്ങളിലേക്ക് തന്നെ വർക്ക് തരാനായിട്ടുള്ള പോസിബിലിറ്റീസ് നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ. സോ നിങ്ങൾ ഡെലിവർ ചെയ്യുന്ന വർക്ക് പ്രോപ്പറാണ് എന്നുള്ളതും പ്രോപ്പർ ടൈമിൽ ഡെലിവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും മേക്ക് ഷുവർ ചെയ്യുക. അവിടെ ഒരു പ്രോ ടിപ്പ് ഉള്ളത്, ഓവർ ഡെലിവർ ചെയ്യുക. ലൈക്ക് അണ്ടർ പ്രോമിസ് ആൻഡ് ഓവർ ഡെലിവർ എന്നുള്ളത് ഫ്രീലാൻസിങ്ങിൽ ഒരു മേജർ ടേം ആണ്. അതായത് നിങ്ങൾ കുറച്ച് പ്രോമിസ് ചെയ്യുക. ഞാനൊരു 10 വീഡിയോ ആണ് പ്രോമിസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരു 12 വീഡിയോ ഞാൻ അങ്ങോട്ടേക്ക് കൊടുക്കും, ഓവർ ഡെലിവർ ചെയ്യും. ഈ ഓവർ ഡെലിവർ എന്നുള്ള ഫാക്ടർ ഡയറക്റ്റ്ലി റിട്ടൻഷനിലേക്കാണ് എഫക്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾ കൂടുതൽ ഡെലിവർ ചെയ്യുന്ന സമയത്ത് ആ ക്ലയൻറ്റിന് കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടുകയും അടുത്ത വർക്ക്സ് ഒക്കെ നിങ്ങൾക്ക് തരാനായിട്ടുള്ള ചാൻസും ഉണ്ട്. ഐ ഹോപ്പ് നിങ്ങൾ എന്താണ് ഫ്രീലാൻസിങ് എന്നുള്ളത് മുതൽ, ഏതൊക്കെ വഴിയിലൂടെ നിങ്ങളത് സെറ്റ് ചെയ്യണം എന്നുള്ളത് മുതൽ, നിങ്ങൾ എങ്ങനെ ലീഡ്സിനെ കൊണ്ടുവന്ന് കോൾസിലേക്ക് എത്തിച്ച് കൺവേർഷൻ നടത്തണം എന്നുള്ളത് മുതൽ, ശരിക്കും നിങ്ങൾ ആക്ച്വലി ആ വർക്ക് ഡെലിവർ ചെയ്യുന്നതിലേക്ക് എന്ത് അപ്രോച്ച് എടുക്കണം എന്നുള്ളത് വരെ എൻഡ് ടു എൻഡ് ഓവറോൾ ഒരു എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്. മേക്ക് ഷുവർ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മേ ബി നിങ്ങൾക്ക് ഒന്നുകൂടി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കൃത്യമായി കണ്ടുകൊണ്ട് നോട്ട്സ് എടുത്തുകൊണ്ട് നിങ്ങളുടെ ഫ്രീലാൻസിങ് ജേർണിയിൽ അത് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ഫ്രീലാൻസിങ് കരിയറിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ സീ യു ഇൻ അനദർ വീഡിയോ. മേക്ക് ഷുവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഫോർ മോർ സച്ച് കോണ്ടൻറ്റ്സ്. താങ്ക് യു.